നമ്മുടെ സൂര്യനോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന നക്ഷത്രം പ്രോക്സിമ സെന്റൂറി ആണെന്നും സ്റ്റാർ സിസ്റ്റം ആൽഫ സെന്റൂറി സിസ്റ്റം ആണെന്നും നമുക്കറിയാം. പക്ഷേ എല്ലാ കാലത്തും അത് അങ്ങനെ തന്നെ ആയിരിക്കണമെന്ന് നിർബന്ധമില്ല. ഇന്ന് സൂര്യനിൽ നിന്നും കുറച്ചുകൂടെ ദൂരത്തിലുള്ള മറ്റേതെങ്കിലും ഒരു നക്ഷത്രമായിരിക്കാം ഭാവിയിൽ സൂര്യനോട് അടുത്ത് വരാൻ പോകുന്നത്. എന്നാൽ ആൽഫ സെന്റോറി സിസ്റ്റം കഴിഞ്ഞാൽ പിന്നെ സൂര്യനോട് അടുത്ത് കിടക്കുന്ന നക്ഷത്രം ഏതാണെന്ന് ചോദിച്ചാൽ പെട്ടെന്ന് പറയാൻ നമ്മളിൽ പലർക്കും കഴിഞ്ഞൊന്നും വരില്ല. കാരണം നമ്മൾ ആരും ഇതുവരെ അത് അന്വേഷിക്കാൻ പോയിട്ടില്ല. സൂര്യനിൽ നിന്നും 15 പ്രകാശവർഷങ്ങൾക്കുള്ളിൽ തന്നെ ഏകദേശം 50-ൽ കൂടുതൽ നക്ഷത്രങ്ങളുണ്ട്. അവയിൽ ചില നക്ഷത്രങ്ങളൊക്കെ സൂര്യനോട് ഓൾറെഡി അടുത്തുകൊണ്ടിരിക്കുന്ന നക്ഷത്രങ്ങളാണ്. കുറച്ച് നാളുകൾ കഴിയുമ്പോൾ അവയിൽ ഏതെങ്കിലും ഒരു നക്ഷത്രമായിരിക്കും സൂര്യനോട് ഏറ്റവും അടുത്തുണ്ടാവുക. കണക്കുകൾ അനുസരിച്ച് ഓരോ ലക്ഷം വർഷം കൂടുമ്പോഴും ഏതെങ്കിലും ഒരു നക്ഷത്രം സൗരയൂഥത്തിൻ്റെ വളരെ അടുത്തുകൂടെയോ അല്ലെങ്കിൽ സൗരയൂഥത്തിൻ്റെ ഉള്ളിൽ കൂടെ തന്നെയോ കടന്നു പോകാറുണ്ട്. ഇത്തരത്തിൽ ഏകദേശം 70,000 വർഷം മുമ്പ് ഒരു നക്ഷത്രം നമ്മുടെ സൗരയൂഥത്തിൻ്റെ ഉള്ളിൽ കൂടെ കടന്നു പോയിട്ടുണ്ട്. അതുകൊണ്ട് പ്രോക്സിമ സെന്റൂറി തന്നെയായിരിക്കും എല്ലാ കാലത്തും നമ്മുടെ അയൽവാസി എന്ന് കരുതാൻ കഴിയില്ല. സൂര്യനോട് അടുത്ത് കിടക്കുന്നുവെന്ന് നേരത്തെ പറഞ്ഞ ഈ നക്ഷത്രങ്ങളിൽ ചിലതിനൊക്കെ ഭൂമിയോട് സമാനതകളുള്ള ഗ്രഹങ്ങളും ഉണ്ട്. അതുകൊണ്ട് തന്നെ അവയിൽ ജീവൻ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇനി അവയിൽ ജീവൻ ഇല്ലെങ്കിൽ തന്നെ വിദൂര ഭാവിയിൽ നമുക്ക് മാറി താമസിക്കാൻ മറ്റൊരു ഗ്രഹം അന്വേഷിക്കേണ്ടി വന്നാൽ ഇവയിൽ ഏതെങ്കിലും ഒന്ന് ഉപയോഗിക്കാൻ കഴിഞ്ഞേക്കും. സൗരയൂഥത്തിനോട് ഏറ്റവും അടുത്ത് കിടക്കുന്ന ചില നക്ഷത്രങ്ങളെക്കുറിച്ചും അവയിലെ ഗ്രഹങ്ങളെക്കുറിച്ചുമാണ് ഇന്നത്തെ വീഡിയോ. ഹായ് ഫ്രണ്ട്സ്, സയൻസ് ഫോർ മാസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. സൂര്യനോടും സൗരയൂഥത്തോടും ഏറ്റവും അടുത്ത് കിടക്കുന്ന ചില നക്ഷത്രങ്ങളെയാണ് ഈ ചിത്രത്തിൽ കാണിക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. ഈ നക്ഷത്രങ്ങളെ അവയിലേക്കുള്ള ദൂരത്തിൻ്റെ ഓർഡറിലാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. പക്ഷേ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്ന പോലെ എല്ലാ നക്ഷത്രങ്ങളും ഒരേ പ്ലെയിനിലല്ല ഉള്ളത്. അവയൊക്കെ 3 ഡയമെൻഷനിൽ വ്യത്യസ്ത ദിശയിലാണ് ശരിക്കുള്ളത്. അത് ഈ ചിത്രത്തിൽ കാണിക്കാൻ ബുദ്ധിമുട്ടായതുകൊണ്ടാണ് ഇങ്ങനെ കാണിച്ചിരിക്കുന്നതെന്ന് മാത്രം. സൂര്യനെ കേന്ദ്രമാക്കിക്കൊണ്ട് 15 പ്രകാശവർഷം റേഡിയസ് ഉള്ള ഒരു സ്ഫിയർ കണക്കാക്കിയാൽ അതിനകത്ത് തന്നെ ഏകദേശം 50ഓളം നക്ഷത്രങ്ങൾ ഉണ്ടായിരിക്കും. അവയിൽ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ചില നക്ഷത്രങ്ങളെ മാത്രമേ നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നുള്ളൂ. ഭൂമിയോടും സൂര്യനോടും ഏറ്റവും അടുത്ത് കിടക്കുന്ന നക്ഷത്രം പ്രോക്സിമ സെന്റൂറിയാണ്. ഭൂമിയിൽ നിന്നും 4.2 പ്രകാശവർഷങ്ങൾ അകലെയാണ് ഈ നക്ഷത്രം ഇന്ന് സ്ഥിതി ചെയ്യുന്നത്. പക്ഷേ ഈ ദൂരം കുറഞ്ഞു വന്നുകൊണ്ടിരിക്കുകയാണ്. അടുത്തൊരു 26,000 വർഷങ്ങൾക്കുള്ളിൽ പ്രോക്സിമ സെന്റൂറിയിലേക്കുള്ള ദൂരം വെറും 3.1 പ്രകാശവർഷങ്ങളായിട്ട് കുറയും. അതാണ് പ്രോക്സിമ സെന്റൂറി സൂര്യനോട് ഏറ്റവും അടുത്ത് വരുന്ന സമയം, അതായത് ക്ലോസസ്റ്റ് അപ്രോച്ച്. അത് കഴിഞ്ഞാൽ പിന്നെ പ്രോക്സിമ സെന്റൂറി സൂര്യനിൽ നിന്നും അകലാൻ തുടങ്ങും. 3 നക്ഷത്രങ്ങൾ അടങ്ങുന്ന ആൽഫ സെന്റൂറി സ്റ്റാർ സിസ്റ്റത്തിലെ ഒരു നക്ഷത്രം മാത്രമാണ് പ്രോക്സിമ സെന്റൂറി. ഇവ 3ഉം ചേർന്ന് വളരെ വിചിത്രമായ ഭ്രമണപഥത്തിലാണ് പരസ്പരം കറങ്ങുന്നത്. പ്രോക്സിമ സെന്റൂറി നക്ഷത്രത്തിൻ്റെ ഹാബിറ്റബിൾ സോണിനകത്ത് സ്ഥിതി ചെയ്യുന്ന ഭൂമിയോട് സമാനതകളുള്ള ഒരു പ്ലാനറ്റാണ് പ്രോക്സിമ സെന്റൂറി ബി. പ്രോക്സിമ സെന്റൂറിയെക്കുറിച്ച് ഒരു ഡീറ്റെയിൽഡ് വീഡിയോ മുമ്പ് ചെയ്തിട്ടുള്ളതുകൊണ്ട് ആ നക്ഷത്രത്തെക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ ഇവിടെ പറയുന്നില്ല. ആൽഫ സെന്റൂറി സ്റ്റാർ സിസ്റ്റത്തിലെ 3 നക്ഷത്രങ്ങൾ കഴിഞ്ഞാൽ പിന്നെ സൂര്യനോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന നക്ഷത്രം ബെർണാഡ്സ് സ്റ്റാർ എന്ന നക്ഷത്രമാണ്. സൂര്യനിൽ നിന്നും ഏകദേശം 5.96 ലൈറ്റ് ഇയേഴ്സ് ആണ് ഈ നക്ഷത്രത്തിലേക്കുള്ള ഇന്നത്തെ ദൂരം. പക്ഷേ ഈ നക്ഷത്രത്തിൻ്റെ സൂര്യനെ അപേക്ഷിച്ചുള്ള വെലോസിറ്റി 142 km/s ആണ്. കൃത്യം സൂര്യൻ്റെ നേരെ അല്ല ഈ നക്ഷത്രം സഞ്ചരിക്കുന്നത്, എങ്കിലും 110 km/s എന്ന വേഗതയിൽ ഈ നക്ഷത്രം സൂര്യനോട് അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഈ നക്ഷത്രവും സൂര്യനുമായുള്ള ക്ലോസസ്റ്റ് അപ്രോച്ച് വരുന്നത് ഇനിയും 11,800 വർഷങ്ങൾ കഴിഞ്ഞ ശേഷമാണ്. അന്ന് ഈ നക്ഷത്രവും സൂര്യനുമായുള്ള ദൂരം 3.75 ലൈറ്റ് ഇയേഴ്സ് ആയി കുറയും. എങ്കിലും ആ സമയത്തും പ്രോക്സിമ സെന്റൂറി തന്നെയായിരിക്കും സൂര്യനോട് കൂടുതലടുത്ത്. കാരണം ആ സമയമാകുമ്പോഴേക്കും പ്രോക്സിമ സെന്റൂറി സൂര്യനോട് കുറേ കൂടി അടുത്തിട്ടുണ്ടാവും. ബെർണാഡ് സ്റ്റാർ ഒരു റെഡ് ഡ്വാർഫ് കാറ്റഗറിയിൽ പെടുന്ന നക്ഷത്രമാണ്. സൂര്യനുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ വളരെ ചെറിയ നക്ഷത്രങ്ങളാണ് റെഡ് ഡ്വാർഫുകൾ. സൂര്യന് വെറും 16% മാസേ ബെർണാഡ് സ്റ്റാർ എന്ന നക്ഷത്രത്തിനുള്ളൂ. ഈ നക്ഷത്രത്തിൻ്റെ സർഫസ് ടെമ്പറേച്ചർ വെറും 3000 ഡിഗ്രി സെൽഷ്യസ് ആണ്. അതായത് സൂര്യൻ്റെ സർഫസ് ടെമ്പറേച്ചറിൻ്റെ ഏകദേശം പകുതിയേ ഉള്ളൂ ഈ നക്ഷത്രത്തിൻ്റെ ഉപരിതല താപനില. മാത്രമല്ല സൂര്യനെ അപേക്ഷിച്ച് ബ്രൈറ്റ്നസ്സും ഈ നക്ഷത്രത്തിന് വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ നഗ്നനേത്രങ്ങൾ കൊണ്ട് ഈ നക്ഷത്രത്തെ നമുക്ക് ആകാശത്ത് കാണാൻ കഴിയില്ല. പക്ഷേ സൂര്യനേക്കാൾ ഒരുപാട് പ്രായം കൂടുതലാണ് ഈ നക്ഷത്രത്തിന്. ഏകദേശം 450 കോടി വർഷങ്ങൾക്ക് മുമ്പാണ് സൂര്യൻ ഉണ്ടായത് എന്ന് നമുക്കറിയാം.
ബെർണാഡ്സ് സ്റ്റാർ ഉണ്ടായത് 700 മുതൽ 1200 കോടി വർഷങ്ങൾക്ക് മുമ്പ് വരെയാകാം എന്നാണ് നിഗമനം. നമ്മുടെ ഗാലക്സിയുടെ ആദ്യകാലങ്ങളിൽ രൂപപ്പെട്ട നക്ഷത്രങ്ങളിൽ ഒന്നാണ് ഈ നക്ഷത്രം. റെഡ് ഡ്വാർഫ് ഗണത്തിൽപ്പെടുന്ന നക്ഷത്രങ്ങൾക്ക് മാസ് തീരെ കുറവായതുകൊണ്ട് അവയ്ക്കകത്തെ ഗ്രാവിറ്റി മൂലമുള്ള ഇൻറ്റേർണൽ പ്രഷർ വളരെ കുറവായിരിക്കും. അതിന് ഫലമായിട്ട് അവയിൽ ഫ്യൂഷൻ റിയാക്ഷൻ നടക്കുന്ന തോത് വളരെ സ്ലോ ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഇത്തരം നക്ഷത്രങ്ങൾക്ക് ഒരുപാട് നാളത്തെ ആയുസ് ഉണ്ടാവും. 2018 ഭൂമിയുടെ 3 ഇരട്ടി മാസമുള്ള ഒരു ഗ്രഹം ഈ നക്ഷത്രത്തെ വലം വയ്ക്കുന്നുണ്ട് എന്ന് ചില പഠനങ്ങൾ സൂചിപ്പിച്ചിരുന്നു. ബെർണാഡ്സ് സ്റ്റാർ ബി എന്നാണ് അന്ന് ആ ഗ്രഹത്തിനിട്ട പേര്. എന്നാൽ 2022 വന്ന ചില പഠനഫലങ്ങളിൽ അത്തരമൊരു ഗ്രഹത്തിന്റെ സാന്നിധ്യം നിഷേധിക്കപ്പെട്ടിരുന്നു. അതുകൊണ്ട് ബെർണാഡ് സ്റ്റാറിന് ചുറ്റും വലം വയ്ക്കുന്ന ഒരു ഗ്രഹമുണ്ടോ എന്ന് വ്യക്തമല്ല. ബെർണാഡ്സ് സ്റ്റാർ കഴിഞ്ഞാൽ പിന്നെ സൂര്യനോട് ഏറ്റവും അടുത്ത് കിടക്കുന്നത് 3 ബ്രൗൺ ഡ്വാർഫുകളാണ്. ഒരു നക്ഷത്രമാവാൻ വേണ്ടത്ര മാസ് ഇല്ലാത്ത വസ്തുക്കളാണ് ബ്രൗൺ ഡ്വാർഫുകൾ. അതുകൊണ്ട് തന്നെ അവയിൽ ഫ്യൂഷൻ റിയാക്ഷൻ നടക്കുന്നുണ്ടായിരിക്കില്ല. ഇതിൽ 2 ബ്രൗൺ ഡ്വാർഫുകൾ സ്ഥിതി ചെയ്യുന്നത് സൂര്യനിൽ നിന്നും 6.5 ലൈറ്റ് ഇയേഴ്സ് അകലെയും മൂന്നാമത്തെ സ്ഥിതി ചെയ്യുന്നത് 7.4 ലൈറ്റ് ഇയേഴ്സ് അകലെയുമാണ്. സൂര്യനോട് അടുത്ത് കിടക്കുന്ന അടുത്ത നക്ഷത്രം എന്ന് പറയാവുന്നത് വുൾഫ് 359 എന്ന നക്ഷത്രമാണ്. 7.8 ലൈറ്റ് ഇയേഴ്സ് ആണ് സൂര്യനിൽ നിന്നും ഈ നക്ഷത്രത്തിലേക്കുള്ള ദൂരം. ഇത് വളരെ ചെറിയൊരു നക്ഷത്രമാണ്. നമ്മുടെ സൂര്യൻ്റെ മാസിൻ്റെ വെറും 11% മാസേ ഈ നക്ഷത്രത്തിനുള്ളൂ. ഫ്യൂഷൻ റിയാക്ഷൻ സ്റ്റാർട്ട് ചെയ്യാനും ഒരു നക്ഷത്രമായി മാറാനും വേണ്ട മിനിമം മാസിനേക്കാൾ ഒരല്പം കൂടുതൽ മാസ് മാത്രമേ ഈ നക്ഷത്രത്തിനുള്ളൂ. ഈ നക്ഷത്രത്തിന് ചുറ്റും കറങ്ങുന്ന ചില വസ്തുക്കളെ കണ്ടെത്തിയിട്ടുണ്ടെങ്കിലും അവ പ്ലാനറ്റ്സ് തന്നെയാണെന്ന് ഇതുവരെ സ്ഥിരീകരിച്ചിട്ടില്ല. പ്ലാനറ്റ്സ് തന്നെയാണ് എന്ന് കൺഫർമേഷൻ വരുന്നതിന് മുമ്പ് ഇത്തരം വസ്തുക്കളെ പ്ലാനറ്റ് കാൻഡിഡേറ്റ്സ് എന്നാണ് വിളിക്കാറ്. ഇനി അടുത്തതായിട്ട് വരുന്ന നക്ഷത്രമാണ് ലെലാൻഡ് 21185. ഇതിനെ ഗ്ലീസ് 411 എന്നും വിളിക്കാറുണ്ട്. ഈ നക്ഷത്രത്തിൻ്റെ സൂര്യനിൽ നിന്നുള്ള ഇപ്പോഴത്തെ ദൂരം 8.31 ലൈറ്റ് ഇയേഴ്സ് ആണ്. ഈ നക്ഷത്രവും സൂര്യനോട് അടുത്തുകൊണ്ടിരിക്കുന്ന ഒരു പാതയിലാണ് ഇപ്പോഴുള്ളത്. അതുകൊണ്ട് ഏകദേശം 19,000 വർഷങ്ങൾ കഴിയുമ്പോൾ ഈ നക്ഷത്രം സൂര്യനിൽ നിന്നും 4.65 ലൈറ്റ് ഇയേഴ്സ് ദൂരത്തിൽ വരെ എത്തും. അതാണ് ഈ നക്ഷത്രത്തിൻ്റെ ഏറ്റവും ക്ലോസസ്റ്റ് അപ്രോച്ച്. ഇതും ഒരു റെഡ് ഡ്വാർഫ് സ്റ്റാർ തന്നെയാണ്. സൂര്യൻ്റെ 33% മാസമുള്ള നക്ഷത്രമാണ് ലെലാൻഡ് 21185. അതിൻ്റെ സർഫസ് ടെമ്പറേച്ചർ 3300 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഈ നക്ഷത്രത്തിന് 2 ഗ്രഹങ്ങളുണ്ട് എന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട്. മൂന്നാമത്തെ ഒരു പ്ലാനറ്റ് കാൻഡിഡേറ്റിനെയും കണ്ടെത്തിയിട്ടുണ്ട്. പക്ഷേ ഇവ മൂന്നും ഈ നക്ഷത്രത്തിൻ്റെ ഹാബിറ്റബിൾ സോണിനകത്തല്ല ഉള്ളത്. അതുകൊണ്ട് തന്നെ ഇവയിൽ ജീവൻ ഉണ്ടാകാനുള്ള സാധ്യത താരതമ്യേന കുറവാണ്. ഇനി വരുന്ന അടുത്ത നക്ഷത്രത്തിനെ നമ്മളെല്ലാവരും കണ്ടിട്ടുണ്ടാവും, അതിൻ്റെ പേര് കേട്ടിട്ടുണ്ടാവും. സിരിയസ് ആണ് സൂര്യനിൽ നിന്നുള്ള അടുത്ത നക്ഷത്രം. രാത്രി ആകാശത്ത് കാണാൻ കഴിയുന്ന നക്ഷത്രങ്ങളിൽ ഏറ്റവും ബ്രൈറ്റ് ആയിട്ടുള്ള നക്ഷത്രം സിരിയസ് ആണ്. സൂര്യനിൽ നിന്നും ഏകദേശം 8.6 ലൈറ്റ് ഇയേഴ്സ് അകലെയാണ് സിരിയസ് സ്ഥിതി ചെയ്യുന്നത്. രസകരമായ കാര്യം എന്താണെന്ന് വെച്ചാൽ സിരിയസ് എന്നത് ഒരൊറ്റ നക്ഷത്രമല്ല. സിരിയസ് എ, സിരിയസ് ബി എന്നിങ്ങനെ 2 വസ്തുക്കളെ ചേർന്നാണ് നമ്മൾ സിരിയസ് എന്ന ഒരൊറ്റ വസ്തുവായിട്ട് ആകാശത്തിൽ കാണുന്നത്. ഹബിൾ ടെലിസ്കോപ്പ് എടുത്ത സിരിയസ് നക്ഷത്രത്തിൻ്റെ ഈ ചിത്രത്തിൽ സിരിയസ് എയും സിരിയസ് ബിയും നമുക്ക് കാണാൻ കഴിയും. ഈ നല്ല വലുപ്പത്തിൽ കാണുന്നതാണ് സിരിയസ് എ. അതിന് താഴെയായിട്ട് ഒരു ചെറിയ പൊട്ട് പോലെ കാണുന്നതാണ് സിരിയസ് ബി. സിരിയസ് എ ഒരു വലിയ നക്ഷത്രമാണ്. സൂര്യൻ്റെ 2 മടങ്ങ് മാസും 1.25 മടങ്ങ് ഡയാമീറ്ററുമാണ് സിരിയസ് എക്കുള്ളത്. ആ നക്ഷത്രത്തിൻ്റെ സർഫസ് ടെമ്പറേച്ചർ 9600 ഡിഗ്രി സെൽഷ്യസ് ആണ്. അതുകൊണ്ട് തന്നെ സൂര്യനേക്കാൾ 25 മടങ്ങ് ബ്രൈറ്റ് ആണ് സിരിയസ് എ. മാത്രമല്ല ഈ നക്ഷത്രത്തിൽ നിന്നും വരുന്ന പ്രകാശത്തിൻ്റെ നല്ലൊരു ഭാഗം അൾട്രാ വയലറ്റ് പ്രകാശമാണ്. ഈ നക്ഷത്രത്തിനകത്ത് ഫ്യൂഷൻ റിയാക്ഷൻ നടക്കുന്ന തോത് സൂര്യനെ അപേക്ഷിച്ച് വളരെ കൂടുതലാണ്. അതുകൊണ്ട് സൂര്യനെ അപേക്ഷിച്ച് ആയുസ് വളരെ കുറവായിരിക്കും ഈ നക്ഷത്രത്തിന്. സൂര്യനുണ്ടായിട്ട് ഏകദേശം 450 കോടി വർഷങ്ങളായി. ഇനി ഒരു 500 കോടി വർഷത്തേക്കുള്ള ഇന്ധനം കൂടി സൂര്യൻ്റെ കോറിനകത്തുണ്ട് എന്നാണ് കണക്കാക്കിയിരിക്കുന്നത്. എന്നാൽ സിരിയസ് നക്ഷത്രം ഉണ്ടായിട്ട് വെറും 23 കോടി വർഷങ്ങളെ ആയിട്ടുള്ളൂ. മാത്രമല്ല മാക്സിമം ഒരു 100 കോടി വർഷങ്ങൾ കൂടി ജ്വലിക്കാൻ വേണ്ട ഹൈഡ്രജനെ സിരിയസ് എ നക്ഷത്രത്തിൻ്റെ കോറിലുണ്ടാവും. സിരിയസ് ബി ഒരു വൈറ്റ് ഡ്വാർഫാണ്, അതായത് ഒരു വെള്ളക്കുള്ളൻ. സിരിയസ് ബി ഒറിജിനലി സൂര്യൻ്റെ 4 മടങ്ങ് മാസം ഉണ്ടായിരുന്ന ഒരു നക്ഷത്രമായിരുന്നിരിക്കണം. ഏകദേശം 12 കോടി വർഷങ്ങൾക്ക് മുമ്പ് അതിൻ്റെ കോറിലെ ഹൈഡ്രജൻ തീരെയും അതൊരു റെഡ് ജെയിൻ്റായി മാറുകയും ചെയ്തിട്ടുണ്ടായിരിക്കണം. അതിനുശേഷം അതിൻ്റെ ഔട്ടർ ലെയറുകൾ അകന്നു പോവുകയും
കോറ് ഗ്രാവിറ്റി മൂലം ചുരുങ്ങുകയും ചെയ്തപ്പോഴാണ് അതൊരു വൈറ്റ് ഡ്വാർഫായി മാറിയത്. ഇപ്പോൾ സിരിയസ് ബിക്ക് ഏകദേശം സൂര്യൻ്റെ അത്ര തന്നെ മാസ് ഉണ്ട്, പക്ഷേ അതിൻ്റെ വലുപ്പം ഭൂമിയുടെ അത്രയ്ക്കേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഡെൻസിറ്റി അഥവാ സാന്ദ്രത അതിഭയങ്കരമായിരിക്കും. സിരിയസ് ബിയുടെ സർഫസ് ടെമ്പറേച്ചർ 25,000 ഡിഗ്രി സെൽഷ്യസ് ആണ്. എന്നാൽ അതിനകത്ത് ഇപ്പോൾ ഫ്യൂഷൻ റിയാക്ഷൻ നടക്കാത്തതുകൊണ്ട് ഒരു എനർജി സോഴ്സ് അതിനില്ല. അതുകൊണ്ട് തന്നെ ഒരുപാട് വർഷങ്ങൾ കഴിയുമ്പോൾ അതിന് ചൂട് നഷ്ടപ്പെടുകയും പിന്നെ അതൊരു ബ്ലാക്ക് ഡ്വാർഫായി മാറുകയും ചെയ്യും. സിരിയസ് എക്കും സിരിയസ് ബിക്കും ഗ്രഹങ്ങളുള്ളതായിട്ട് ഇതുവരെ കണ്ടെത്തിയിട്ടില്ല. ഇനി ഇവിടുന്ന് അങ്ങോട്ട് സൂര്യനിൽ നിന്നുള്ള ദൂരം ഓരോ പ്രകാശവർഷവും കൂടുന്നതനുസരിച്ച് വ്യത്യസ്ത ഡയറക്ഷനിലായിട്ട് 3ഉം 4ഉം നക്ഷത്രങ്ങൾ വീതം ഉണ്ടാവും. അവയെല്ലാം ഇവിടെ ഡീറ്റെയിൽഡ് ആയിട്ട് പറയാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് പ്രധാനപ്പെട്ട ചിലത് മാത്രം പറയാം. സൂര്യനിൽ നിന്നും ഏകദേശം 10.3 ലൈറ്റ് ഇയേഴ്സ് അകലെയായിട്ട് റോസ് 248 എന്നൊരു നക്ഷത്രമുണ്ട്. 33,000 വർഷങ്ങൾ കഴിയുമ്പോൾ ഈ നക്ഷത്രമായിരിക്കും സൂര്യനോട് ഏറ്റവും അടുത്തുണ്ടായിരിക്കുക. ഈ നക്ഷത്രത്തിൻ്റെ സൂര്യനോടുള്ള ഏറ്റവും ക്ലോസസ്റ്റ് അപ്രോച്ചിൻ്റെ സമയത്ത് ഇതിലേക്കുള്ള ദൂരം വെറും 3 പ്രകാശവർഷങ്ങളായിരിക്കും. പ്രോക്സിമ സെന്ററി പോലും ഒരിക്കലും സൂര്യനോട് ഇത്രയും അടുത്ത് വരില്ല. ഇതും ഒരു റെഡ് ഡ്വാർഫ് കാറ്റഗറിയിൽപ്പെട്ട നക്ഷത്രമാണ്. സൂര്യൻ്റെ 14% മാസേ ഈ നക്ഷത്രത്തിനുള്ളൂ. ഈ നക്ഷത്രത്തിന് ചുറ്റും ഒരു പ്ലാനറ്റ് കറങ്ങുന്നതായിട്ട് ഇതുവരെ കണ്ടെത്തിയിട്ടില്ല. സൂര്യനിൽ നിന്നും 11 പ്രകാശവർഷം അകലെയായിട്ട് റോസ് 128 എന്നൊരു നക്ഷത്രമുണ്ട്. ഈ നക്ഷത്രത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അതിന് ഏകദേശം ഭൂമിയുടെ പോലെ തന്നെയുള്ള ഒരു എക്സോ പ്ലാനറ്റ് ഉണ്ട് എന്നുള്ളതാണ്. റോസ് 128 ഒരു റെഡ് ഡ്വാർഫ് സ്റ്റാറാണ്. സൂര്യൻ്റെ 18% മാസേ ഈ നക്ഷത്രത്തിനുള്ളൂ. അതിൻ്റെ സർഫസ് ടെമ്പറേച്ചർ 2900 ഡിഗ്രി സെൽഷ്യസ് ആണ്. ആ നക്ഷത്രത്തിൻ്റെ ഹാബിറ്റബിൾ സോണിനകത്താണ് റോസ് 128b എന്ന പേരിൽ അറിയപ്പെടുന്ന ആ പ്ലാനറ്റ് ഉള്ളത്. ഭൂമിയേക്കാൾ 35% മാസ് കൂടുതലാണ് ഈ പ്ലാനറ്റിന്. ഇത് ഭൂമിയുടെ പോലെ തന്നെയുള്ള ഒരു റോക്കി പ്ലാനറ്റ് ആകാനാണ് സാധ്യത. അതിൻ്റെ സർഫസ് ടെമ്പറേച്ചർ ഏകദേശം 21 ഡിഗ്രി സെൽഷ്യസ് ആയിരിക്കും എന്നാണ് കണക്കാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ പ്ലാനറ്റിൽ ദ്രവരൂപത്തിലുള്ള വെള്ളം ഉണ്ടാകാൻ നല്ല സാധ്യതയുണ്ട്. ഒരു പക്ഷേ പ്രോക്സിമ സെന്റോറി നക്ഷത്രത്തിനെ ചുറ്റുന്ന പ്രോക്സിമ ബി എന്ന എക്സോ പ്ലാനറ്റ് കഴിഞ്ഞാൽ പിന്നെ ഭൂമിയോട് അടുത്ത് കിടക്കുന്നതും ഭൂമിയോട് ഏറ്റവും സാദൃശ്യമുള്ളതുമായ ഒരു എക്സോ പ്ലാനറ്റ് റോസ് 128b ആയിരിക്കും. നമ്മൾ ഇത്ര നേരം കണ്ട നക്ഷത്രങ്ങളിൽ മിക്കവയും റെഡ് ഡ്വാർഫ് കാറ്റഗറിയിൽ പെടുന്ന നക്ഷത്രങ്ങളായിരുന്നു. അത്തരം നക്ഷത്രങ്ങളിൽ നിന്നും വരുന്ന പ്രകാശം നമ്മുടെ സൂര്യനിൽ നിന്നും കിട്ടുന്ന പോലെയുള്ള പ്രകാശമായിരിക്കില്ല. മാത്രമല്ല റെഡ് ഡ്വാർഫ് സ്റ്റാറുകൾ സാധാരണ അത്ര സ്റ്റേബിൾ അല്ല. അവ തുടർച്ചയായിട്ട് ഫ്ലെയറുകൾ പുറപ്പെടുവിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ അവയ്ക്ക് പ്ലാനറ്റ്സ് ഉണ്ടെങ്കിലും അവയിൽ ജീവൻ ഉണ്ടാകാനുള്ള സാധ്യത കുറച്ച് കുറവാണ്. നിർഭാഗ്യവശാൽ നമ്മുടെ മിൽക്കി വേ ഗാലക്സിയിലെ 70% നക്ഷത്രങ്ങളും ഇത്തരം റെഡ് ഡ്വാർഫുകളാണ്. എന്നാൽ സൂര്യനിൽ നിന്നും 12 പ്രകാശവർഷം അകലെ സൂര്യനോട് ഏകദേശം സാദൃശ്യമുള്ളൊരു നക്ഷത്രമുണ്ട്. അതാണ് തൗ സെറ്റി. സൂര്യൻ്റെ മാസിൻ്റെ 78% മാസ് ഈ നക്ഷത്രത്തിനുണ്ട്. അതിൻ്റെ സർഫസ് ടെമ്പറേച്ചർ 5000 ഡിഗ്രി സെൽഷ്യസ് ആണ്. അതും സൂര്യൻ്റെ സർഫസ് ടെമ്പറേച്ചറിൻ്റെ ഏകദേശം അടുത്തെത്തും. മാത്രമല്ല ഇത് സൂര്യനേക്കാൾ സ്റ്റേബിൾ ആയിട്ടുള്ളൊരു നക്ഷത്രമാണ്. തൗ സെറ്റിയുടെ മറ്റൊരു അഡ്വാൻറ്റേജ് അതൊരു സോളിറ്ററി സ്റ്റാർ ആണ് എന്നുള്ളതാണ്. അതായത് അത് സൂര്യനെ പോലെ ഒറ്റയ്ക്ക് നിൽക്കുന്നൊരു സ്റ്റാറാണ്. അതിനൊരു ബൈനറി കമ്പാനിയൻ ഇല്ല. 2ഓ അതിൽ കൂടുതലോ നക്ഷത്രങ്ങളുള്ള ഒരു സിസ്റ്റത്തിലെ പ്ലാനറ്റുകളെ എല്ലാ നക്ഷത്രങ്ങളും ബാധിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അവയുടെ നക്ഷത്രത്തിന് ചുറ്റുമുള്ള ഭ്രമണപഥം എപ്പോഴും സ്റ്റേബിൾ ആയിക്കൊള്ളണമെന്നില്ല. പക്ഷെ ടൗ സെറ്റി ഒറ്റയ്ക്ക് നിൽക്കുന്ന നക്ഷത്രമായതുകൊണ്ട് ഇങ്ങനൊരു പ്രശ്നവും അതിനില്ല. സൂര്യനേക്കാൾ ഒരുപാട് പ്രായം കൂടുതലുള്ള നക്ഷത്രമാണ് ടൗ സെറ്റി. അതുകൊണ്ട് തന്നെ അതിൻ്റെ പ്ലാനറ്റ്സിൽ അനുകൂലമായ സാഹചര്യം ഉണ്ടെങ്കിൽ അവിടെ ജീവൻ രൂപപ്പെട്ടു വരാൻ ഒരുപാട് സമയം കിട്ടിയിട്ടുണ്ട്. ഇക്കാരണങ്ങൾ കൊണ്ടൊക്കെ ശാസ്ത്രജ്ഞർ ഉറ്റുനോക്കുന്ന ഒരു നക്ഷത്രമാണ് ടൗ സെറ്റി. ഈ നക്ഷത്രത്തിന് ചുറ്റും കറങ്ങുന്ന വസ്തുക്കളായിട്ട് 8 പ്ലാനറ്റ് കാൻഡിഡേറ്റ്സിനെ കണ്ടെത്തിയിട്ടുണ്ട്. അവയിൽ 4 കൺഫേംഡ് പ്ലാനറ്റ്സ് ആണെന്ന് സ്ഥിരീകരണവും വന്നിട്ടുണ്ട്. അതിൽ ഒരെണ്ണം ആ നക്ഷത്രത്തിൻ്റെ ഹാബിറ്റബിൾ സോണിനകത്താണുള്ളത്. ഭൂമിയുടെ ഏകദേശം 4 ഇരട്ടി മാസമുള്ള ഒരു സൂപ്പർ എർത്താണ് ആ പ്ലാനറ്റ്. പക്ഷേ അതിൽ ഏതെങ്കിലും തരത്തിലുള്ള ജീവനുണ്ടോ എന്ന് കണ്ടുപിടിക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. സൂര്യനിൽ നിന്നും ഏകദേശം 12.35 ലൈറ്റ് ഇയേഴ്സ് അകലെ സ്ഥിതി ചെയ്യുന്ന ഒരു നക്ഷത്രമാണ് ലൈറ്റൻസ് സ്റ്റാർ. ഇതും ഒരു റെഡ് ഡ്വാർഫ് സ്റ്റാർ തന്നെയാണ്.
സൂര്യൻ്റെ മാസിൻ്റെ ഏകദേശം 35% മാസമാണ് ഈ നക്ഷത്രത്തിനുള്ളത്. ശരിക്കും പറഞ്ഞാൽ റെഡ് ഡ്വാർഫ് കാറ്റഗറിയിൽ പെടുന്ന ഏറ്റവും വലിയ സ്റ്റാറാണ് ലൈറ്റൻ സ്റ്റാർ. അതിൻ്റെ സർഫസ് ടെമ്പറേച്ചർ 2900 ആണ്. 4 കാൻഡിഡേറ്റ് പ്ലാനറ്റ്സ് ആണ് ഇതിന് ചുറ്റും ഡിറ്റക്ട് ചെയ്തിട്ടുള്ളത്. അതിൽ 2 ഗ്രഹങ്ങൾ തന്നെയാണെന്ന് കൺഫർമേഷൻ വന്നിട്ടുണ്ട്. അതിലൊരെണ്ണം ഈ നക്ഷത്രത്തിൻ്റെ ഹാബിറ്റബിൾ സോണിനകത്താണുള്ളത്. ഭൂമിയുടെ മാസിൻ്റെ 2.8 ടൈംസ് ആണ് ഈ ഗ്രഹത്തിൻ്റെ മാസ്. ഇതിൻ്റെ സർഫസ് ടെമ്പറേച്ചർ ഏകദേശം ഭൂമിയുടേത് പോലെ തന്നെയായിരിക്കും എന്നാണ് നിഗമനം. ഇത് ഭൂമിയുടെ പോലെ തന്നെയുള്ള ഒരു റോക്കി പ്ലാനറ്റാണ്. മാത്രമല്ല അവിടെ ദ്രവരൂപത്തിലുള്ള വെള്ളമുണ്ടാകാൻ നല്ല സാധ്യതയുണ്ട്. ഭൂമിയോട് വളരെ അടുത്ത് കിടക്കുന്ന ചുരുക്കം ചില ഹാബിറ്റബിൾ പ്ലാനറ്റുകൾ ഒന്നായിട്ടാണ് ഇതിനെ കണക്കാക്കുന്നത്. ലിസ്റ്റിൽ 10ാമത്തെ നക്ഷത്രം ഷോൾസ് സ്റ്റാർ ആണ്. സൂര്യനിൽ നിന്നും 22 പ്രകാശവർഷം അകലെയാണ് ഈ നക്ഷത്രം ഉള്ളത്. കണക്കനുസരിച്ച് ഈ നക്ഷത്രം ഈ ലിസ്റ്റിൽ വരാൻ പാടില്ലാത്തതാണ്. സൂര്യനോട് ഇതിനേക്കാൾ അടുത്ത് കിടക്കുന്ന ഒരുപാട് നക്ഷത്രങ്ങൾ വേറെയുണ്ട്. ഷോൾസ് സ്റ്റാർ ഈ ലിസ്റ്റിൽ വരാൻ കാരണം പണ്ടൊരിക്കൽ അത് സൗരയൂഥത്തിലൂടെ കടന്നു പോയിട്ടുണ്ട് എന്നുള്ളത് കൊണ്ടാണ്. ഏകദേശം 70,000 വർഷങ്ങൾക്ക് മുമ്പ് സൗരയൂഥത്തിൻ്റെ ഏറ്റവും പുറമേയുള്ള ഭാഗമായ ഊർട്ട് ക്ലൗഡിനകത്തൂടെ ഈ നക്ഷത്രം കടന്നു പോയിട്ടുണ്ട്. ഷോൾസ് സ്റ്റാർ ശരിക്കും ഒരു ബൈനറി സിസ്റ്റമാണ്. അതിൽ ആദ്യത്തേത് ഒരു റെഡ് ഡ്വാർഫ് സ്റ്റാറാണ്. സൂര്യൻ്റെ മാസിൻ്റെ 15% ഈ നക്ഷത്രത്തിൻ്റെ മാസ്. ഈ ബൈനറി സിസ്റ്റത്തിലെ 2ാമത്തെ പാർട്ട്ണർ ഒരു ബ്രൗൺ ഡ്വാർഫാണ്. ഷോൾസ് സ്റ്റാർ ഊർട്ട് ക്ലൗഡിനകത്തൂടെ കടന്നുപോയപ്പോൾ അവിടെയുള്ള കൊച്ചു കൊച്ചു വസ്തുക്കളെ ഡിസ്റ്റർബ് ചെയ്തിട്ടുണ്ടാവും എന്നുള്ളത് തീർച്ചയാണ്. അവയിൽ ചിലതൊക്കെ എന്തായാലും വാൽനക്ഷത്രത്തിൻ്റെ രൂപത്തിൽ ഭൂമിയുടെ നേരെ എത്താൻ സാധ്യതയുണ്ട്. പക്ഷേ അവയ്ക്ക് അവിടെ നിന്നും ഭൂമി വരെ എത്താൻ ഇനിയും ലക്ഷക്കണക്കിന് വർഷങ്ങൾ എടുത്തേക്കാം. ഊർട്ട് ക്ലൗഡ് എന്നത് സൗരയൂഥത്തിൻ്റെ ഏറ്റവും ഔട്ടർമോസ്റ്റ് ലെയറാണ്. സൂര്യനിൽ നിന്നും 0.03 ലൈറ്റ് ഇയേഴ്സ് മുതൽ ഏകദേശം 3 ലൈറ്റ് ഇയേഴ്സ് വരെയുള്ള ദൂരത്തിൽ സൗരയൂഥത്തെ എല്ലാ ദിശയിൽ നിന്നും പൊതിഞ്ഞൊരവസ്ഥയിലാണ് ഇതുള്ളത്. ഊർട്ട് ക്ലൗഡിൻ്റെ അറ്റം വരെയാണ് സൂര്യൻ്റെ ഗ്രാവിറ്റേഷണൽ ഇൻഫ്ലുവൻസ് ഉള്ളതായിട്ട് കണക്കാക്കുന്നത്. ഓരോ ലക്ഷം വർഷം കൂടുമ്പോഴും ചുരുങ്ങിയത് ഒരു നക്ഷത്രമെങ്കിലും ഊർട്ട് ക്ലൗഡിനകത്തൂടെ കടന്നു പോകും എന്നാണ് ഒരു ശരാശരി കണക്ക്. സൗരയൂഥത്തിനോട് അടുത്ത് കിടക്കുന്ന വേറെയും ഒരുപാട് നക്ഷത്രങ്ങളും ഗ്രഹങ്ങളും ഉണ്ട്. സമയക്കുറവ് മൂലം അവയെ ഒന്നും ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ കഴിഞ്ഞില്ല. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ അത് ലൈക്കും ഷെയറും ചെയ്യുക. ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുകയും ചെയ്യുക. ഓർക്കുക, ഒരറിവും ചെറുതല്ല. അറിഞ്ഞിട്ടിപ്പോൾ എന്താ ഗുണം എന്ന ചോദ്യത്തിന് പ്രസക്തിയില്ല. അറിവ് അറിവിൽ തന്നെ പൂർണ്ണമാണ്. താങ്ക് യു.